അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയാ, 5 ഖബർ ആ ചെറുപ്പക്കാരൻ പൊളിച്ചു. ഒന്നാമത്തെ ഖബറിൽ അദാബ, രണ്ടാമത്തെ ഖബറിൽ അദാബ, മൂന്നാമത്തെ ഖബറിൽ അദാബ, നാലാമത്തെ ഖബറിലും അദാബ, അഞ്ചാമത്തെ ഖബറിൽ സ്വർഗത്തിന്റെ പരിമളം വീശിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ലാ, ഈ 5ാമത്തെ ഖബറിൽ കിടക്കുന്ന ആളുടെ പ്രത്യേകത എന്താ? അള്ളാഹു പറഞ്ഞു കൊടുത്തു, മോനെ, ഈ ഖബറിൽ കിടക്കുന്ന ചങ്ങാതി ഹറാമിൽ നിന്നും മാറി നിന്നവനാ. ഈ ഖബറിൽ കിടക്കുന്ന ചങ്ങാതി തിന്മയിൽ നിന്നും മാറി നിന്നവനാ. ഈ ഖബറിൽ കിടക്കുന്ന ചങ്ങാതി എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിന്നവനാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ, ഒരിക്കൽ പോലും ഒരു ഹറാം പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ലഹരി ഉപയോഗിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തിന്മകളുടെ കൂമ്പാരത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും കടന്നു പോകാൻ പാടില്ല. ഇപ്പൊ ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ, ഞങ്ങള് ഇപ്പോ സിഗരറ്റ് ഒന്നും വലിക്കാറില്ല ഉസ്താദെ. ചില ചെറുപ്പക്കാര് പറയുന്നു, ഉസ്താദെ, ഞങ്ങൾ സിഗരറ്റ് ഒന്നും വലിക്കാറില്ല ഉസ്താദെ. ഇപ്പൊ കഞ്ചാവ്, MDMA, സ്റ്റാമ്പ്, ഇപ്പോ ഈ മരുന്ന് കുത്തി വെച്ചിട്ട് ചില ചെറുപ്പക്കാര് അതിന്റെ പുറകിൽ നടക്കുക. അള്ളാഹു കാത്തിരിക്കട്ടെ. പിന്നെ ചില ചങ്ങാതിമാർക്ക് ഒരു സംശയ, ഉസ്താദെ, ഈ സിഗരറ്റ് എന്ന് പറയുന്നത് ലഹരിയാണോ ഉസ്താദെ? ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ വയലിന് വരുമ്പോ ചില ചെറുപ്പക്കാര് വിളിക്കാൻ വരാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ചില ചെറുപ്പക്കാര് നമ്മൾ വയലിന് വരുമ്പോൾ ചെറുപ്പക്കാർ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ വരാറുണ്ട്. ഞാൻ കുറേ എണ്ണത്തിനെ പൊക്കേറ്റുണ്ട് വണ്ടിയിൽ നിന്ന് സിഗരറ്റുമായിട്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം വണ്ടിയിൽ കയറുമ്പോൾ അത്രയും നേരം ഇല്ലാത്തൊരു മണം ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾ സിഗരറ്റ് വിളിച്ചിട്ട് കയറിയാൽ അറിയാൻ കഴിയും. അത് നമ്മൾ വലിക്കണമെന്നില്ല. കാരണം നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പല വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പുകയില എവിടെ നിന്ന് ഉൽപ്പാദിച്ചതാ? അല്ലേ, ഈ ചില ചങ്ങാതിമാരുണ്ട് സിഗരറ്റ് വലിച്ചിട്ട്, ഉസ്താദെ, അതിങ്ങനെ തലക്ക് പിടിക്കുമ്പോൾ വല്ലാത്ത സുഖമാണെന്ന് പറയുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, ഈ സിഗരറ്റ് എന്ന് പറയുന്നതും അത് ഹറാമിൽ തന്നെ വരും. കാരണം എന്തേ? ശരീരത്തെ സ്വയം നശിപ്പിക്കുന്ന എന്തു വസ്തുക്കളുണ്ടോ അത് ലഹരിയാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണിപ്പോ? ശരീരത്തെ സ്വയം നശിപ്പിക്കുന്ന എന്തു വസ്തുവാണോ അത് മുഴുവനും എന്ത് തന്നെയാണ്? അത് ലഹരി തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട് ചില ചെറുപ്പക്കാര് ഈ പെയിന്റിന്റെ പാട്ട പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ മൂക്കിൽ വെച്ച് ഇങ്ങനെ വലിക്കും. അല്ലേ, ചില ചെറുപ്പക്കാരൊക്കെ ചിരിക്കാറുണ്ട്, ഈ ഹൈവാൻ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചേന്ന്. ചില ചെറുപ്പക്കാര് പെയിന്റിന്റെ പാട്ട പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. ഇതിങ്ങനെ വലിക്കണ സമയത്ത് ഈ പെയിന്റിന്റെ പാട്ടയുടെ അകത്ത് നിന്ന് വരുന്ന ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്, ഒരു ആൽക്കഹോളിക് സ്മെല്ലുണ്ട്. ഇത് മണത്ത് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുന്നത് കാണാം, അവന്റെ തലയിലേക്ക് ലഹരി ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതിന്റെ എഫക്റ്റ് കടന്നു വരുന്ന ചില ആളുകളുണ്ട്. ഈ ഫെവിക്കോൾ തുറന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫെവിക്കോളിന്റെ അകത്ത് ഇങ്ങനെ ഇതിന്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ കിക്കായി നടക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവെ, പെയിന്റിന്റെ പാട്ട, ഫെവിക്കോള്, പെട്രോൾ ടാങ്ക് ഇങ്ങനെ തുറന്നിട്ട് ഈ പെട്രോളിന്റെ മണം ഇങ്ങനെ മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കിക്കായിട്ട് നടക്കണ ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഒരിക്കലും നിങ്ങൾ ലഹരിയുടെ പുറകിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകാൻ പാടില്ല. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഖബറിന്റെ അകത്തിന്റെ പ്രിയപ്പെട്ടവരെ ഖിൻസീർ എന്ന് പറയുന്ന പന്നിയായിരിക്കും കിടക്കുന്നതെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഒരു മസ്അല പറയുന്നുണ്ട്. അല്ലെ, ഞാൻ പറഞ്ഞു, ഈ സിഗരറ്റ് എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിക്കരുതെന്ന് പറയണേ? ഈ പുകയില വലിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജിലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലെ, ചില ആളുകളൊക്കെ ഉണ്ട് പള്ളിയിൽ വന്നിട്ട് 2 സിഗരറ്റ് ഇതൊക്കെ വലിച്ചിട്ട്, ഉസ്താദെ 2 വലിക്കുന്ന ഉസ്താദെ. എന്നോട് ഒരാൾ ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ അജിലമുഗർ ഭാഗത്ത് വയലു പറയാൻ പോയി. അജിലമുഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉറൂസ് ഉണ്ട്, അവിടെ വയലു പറയാൻ പോയി. അപ്പൊ എന്നോട് ഒരാൾ വാട്സപ്പിൽ ചോദിച്ചു, ഉസ്താദ് വലിച്ചിട്ടാണോ ഉസ്താദെ വയലു പറയുന്നത്? എന്നോട് ചോദിച്ചത്, ഉസ്താദ് സിഗരറ്റ് വലിച്ചിട്ടാണോ ഉസ്താദ് വയലു പറയുന്നത്? അപ്പൊ ഞാൻ അവനോട് ചോദിച്ചിട്ട, ചങ്ങാതി, എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? ഉസ്താദ് പ്രസംഗിക്കുമ്പോഴൊക്കെ ഇതിലും വലിയൊരു പുക പോകുന്നുണ്ട് ഉസ്താദെ. എന്താ പറയുക, ഉസ്താദ് പ്രസംഗിക്കുമ്പോഴൊക്കെ ഉസ്താദിന് ഈ മൈക്കിന്റെ ഭാഗത്തൂടെ ഒരു പുക പോകുന്നുണ്ട് ഉസ്താദെ. ഞാൻ പറയുന്ന ചങ്ങാതി, അത് ഞാൻ വലിച്ചിട്ടല്ല. കാരണം എന്തേ? അജിലമുഗർ എന്ന് പറയുന്ന ഒരു തണുപ്പൻ പ്രദേശമാണ്, അവിടെ നല്ല മഞ്ഞുള്ള പ്രദേശമാണ്. അവിടെ ഒരു അലിഫെന്ന് പോലും വായുന്നെന്ന് പറഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് പുക വരും, ഒരു തണുപ്പ് വരാറുണ്ട്. അപ്പോൾ സിഗരറ്റ് അല്ല. അപ്പൊ ഞാൻ പറയണത്, ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, സിഗരറ്റ് വലിച്ചിട്ട് വായുവിന്റെ സദസ്സിന് വരാറുണ്ട്. ഇപ്പോ നമ്മുടെ പള്ളികളിലൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെന്ത് ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കും. എടുക്കൂലേ? ഇവിടെ സമ്മതിച്ചു കൊടുക്കാറുണ്ടോ? സമ്മതിച്ചു കൊടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ മസലയിലേക്കൊന്നും ഞാൻ കടക്കണില്ല. എന്നാലും അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഐഫോണൊക്കെ കൊണ്ടുവന്ന്. ഇപ്പൊ ഞാൻ ഇന്ന് കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയപ്പോൾ 3000 രൂപയാണ് കല്യാണ ചെറുക്കൻ ഐഫോൺ ഉള്ളൊരു ചെറുപ്പക്കാരന് കൊടുത്തിരിക്കണേ. കാരണം എന്തേ? ഇന്ന് വീഡിയോ ക്യാമറ ഒന്നും ഇല്ല.
ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഫോട്ടോ എടുക്കാനൊന്നും ക്യാമറകളില്ല. ഐഫോണൊക്കെ ഒരു 14 പ്രോയും ഒക്കെ എടുത്തോണ്ട് വരുന്ന ചില ചെറുപ്പക്കാരുടെ കയ്യിൽ 3000 രൂപ 4000 രൂപ കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ഇങ്ങനെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചിരുന്നു. ഞാൻ പറയണത് അതിൻ്റെ മസലയിലേക്കൊന്നും ഞാൻ പോണില്ല. ചില പള്ളി കമ്മിറ്റിക്കാർ വന്നിട്ട് പറയും പള്ളിക്കകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ കയറ്റാൻ പാടില്ല. എന്താ പറയണേ? പള്ളിക്കകത്ത് ഫോൺ കയറ്റാൻ പാടില്ല, പള്ളിക്കകത്ത് ക്യാമറ കയറ്റാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പള്ളി കമ്മിറ്റി ഇരിക്കണം മിക്കോണം വലിച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സിഗരറ്റ് വലിക്കുന്നവന് പള്ളിക്കകത്ത് കയറാം, ഐഫോൺ ഉള്ളവന് പള്ളിക്കകത്ത് കയറാൻ പറ്റില്ലെന്ന് പറയുന്ന ചില കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ മൂത്രപ്പുരയുടെ അകത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പലരും നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, അല്ലാഹു ചില ആളുകളൊക്കെ വന്നിട്ട് നമ്മളോട് സലാം പറയും, നമ്മളോട് ദുആ ചെയ്യാൻ പറയും. ആ സമയത്ത് അടുക്കാൻ പോലും കഴിയില്ല. എന്തേ? സിഗരറ്റ് വലിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്ന ചില ചങ്ങാതിമാര്. ഞാൻ പറയാ, മോനെ, ഈ സിഗരറ്റിന്റെ അകത്തുള്ള പുകയില എവിടെ നിന്നാണ് ഉൽപ്പാദിക്കുന്നത്? ഈ പുകയില എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് ഉൽപ്പാദിക്കുന്ന? ബഹുമാനപ്പെട്ട തടവ ഉസ്താദ് നവർ അല്ലാഹു മർക്കദ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു ബൈത്തിലൂടെ അതിന്റെ മസാല പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താ? സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതന്യബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപോ ഏറ്റ ശൈത്വാനം പേടിച്ചു മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് പീഡിപ്പിക്കുകയില്ല മുളച്ചതും എന്നാണ്. ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ശൈത്വാന്റെ മൂത്രം തീർന്നു പോയാലിന്ന് നീ പീഡിക്കിട്ടാ തോട്ടമാ പിന്നെന്ന്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയാ, ആദം നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി. ഇബ്ലീസിനോട് എൻ്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു പടച്ച തമ്പുരാൻ പറഞ്ഞു, ഇബ്ലീസേ, നീ ആദം നബിയുടെ മുമ്പിൽ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ആദം നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് അല്ലാഹ് പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, അല്ലാ, ഞാൻ ഈ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ലല്ലാ. ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനപ്പോ ഇബ്ലീസിനോട് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോണം. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്വാനം പേടിച്ചു മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. റബ്ബ് ശപിച്ചോടാ, നീ ഇറങ്ങിപ്പോടാ, നീ ഇറങ്ങി ഇവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പോകണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് പേടിച്ചു പോയെന്ന് ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ സാക്ഷിയാ. ഇബ്ലീസ് പേടിച്ചപ്പോ, റബ്ബ് അങ്ങനെ ചൂടായപ്പോ, റബ്ബ് ശപിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്റെ പ്രിയപ്പെട്ടവരെ മൂത്രമൊഴിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു. എന്താണ്? ഇബ്ലീസിനോട് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് മൂത്രമൊഴിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു. ശൈത്വാന്റെ മൂത്രം വീണ സ്ഥാനത്താണ് പീഡിപ്പുകയില മുളച്ചതും എന്നാണ്. ശൈത്താന് മൂത്രമൊഴിച്ചപ്പോ ആ മൂത്രമൊഴിച്ച സ്ഥാനത്ത് നിന്നാണ് ബീഡി പുകയില മുളച്ചതെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയാ. ശൈത്താൻ ഇബ്ലീസ് മൂത്രമൊഴിച്ച ആ സ്ഥാനത്ത് നിന്നാണ് പുകയിലയുടെ ഉത്ഭവം എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടായതെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയാ. ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ഇബ്ലീസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂത്രമൊഴിച്ച ആ സ്ഥാനത്ത് നിന്ന് ഈ ബീഡിപ്പുകയില മുളച്ചു. ആ ബീഡിപ്പുകയില എടുത്തുകൊണ്ട് ഓരോ ചെറുപ്പക്കാരും ഓരോ പ്രായമുള്ളവരും ചിലപ്പോൾ പെങ്ങന്മാര് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇതിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നുണ്ടെന്ന് വലിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട തലവ ഉസ്താദ് പറയുക. ശൈത്വാന്റെ മൂത്രോ തീർന്നു പോയാലിന്ന് നീ ബീഡിക്കിട്ടാ തോട്ടമാ പിന്നെന്ന്.
ഈ ശൈത്വാന്റെ മൂത്രത്തിന്റെ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച ഈ ബീഡി പുകയില എന്റെ പ്രിയപ്പെട്ടവരെ കിട്ടാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ടെൻഷൻ അടിച്ചുകൊണ്ട് തലയിലും മത്തു പിടിച്ചുകൊണ്ട് ഓടുകയാണെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയുമ്പോ ഞാൻ പറയാ, ഈ സിഗരറ്റും ഈ MDMA-യും ഈ ലഹരിയും അതിൽ നിന്നൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ചെറുപ്പക്കാര് കള്ള് കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് സ്വന്തം ഉമ്മയെ പോലും തല്ലുന്ന കാലഘട്ടം. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എന്നോട് കഴിഞ്ഞ റമദാനിൽ ഒരു പാവപ്പെട്ട ഒരു ഉമ്മ, ഏകദേശം 48 വയസ്സുള്ള ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ, ഉസ്താദേ എനിക്ക് 48 വയസ്സുണ്ട് ഉസ്താദേ, ഞാൻ വിധവയാ ഉസ്താദേ, എനിക്ക് 23 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ട് ഉസ്താദേ. അവൻ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ എന്നോട് വന്നിട്ട് ഉസ്താദെ ചോറ് ചോദിച്ചു. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഞാൻ റമദാൻ മാസമാണ് ചോറ് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ മുടിക്കുത്തിന് പിടിച്ചിട്ട് ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചടിച്ചു ഉസ്താദെ. അവൻ കള്ളു കുടിക്കുന്നവനാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ഒരിക്കലും നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളു കുടിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറയാ, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. കള്ളിൽ നിന്ന് മാറി, ലഹരിയിൽ നിന്ന് മാറി, കഞ്ചാവിൽ നിന്ന് മാറി, എന്റെ പ്രിയപ്പെട്ടവരെ ഹശീഷിൽ നിന്ന് മാറി, എല്ലാവിധ തിന്മകളിൽ നിന്ന് മാറി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകണമെങ്കിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ എന്റെ പ്രിയപ്പെട്ടവർ ഒറ്റ കാര്യം പറയുക. ഒരിക്കല് അള്ളാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നു. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി അതാ കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് റസൂലുള്ളയോട് പറയുകയാ, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, എനിക്കുണ്ടല്ലോ നന്നാകണം നബിയേ, ജീവിതത്തില് ഖൈറുകളുണ്ടല്ലോ ചെയ്യണം നബിയേ. അത്തഖ്വ എന്ന് പറയുന്ന മനോഹരമാകുന്ന ഒരു സംഘടനയിലൂടെ ഒരുപാട് പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവര് നന്മകൾ ചെയ്യുമ്പോ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ, അനാഥകൾക്കും യതീമക്കൾക്കും വിധവകൾക്കും എന്റെ പ്രിയമുള്ളവര് രോഗികൾക്കുണ്ടല്ലോ കൈത്താങ്ങാകുമ്പോ അൽഹംദുലില്ലാഹ് ഒരുപാട് ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവര്, ഒരുപാട് പെങ്ങന്മാരന്റെ പ്രിയമുള്ളവര് ഹറാമിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ ഒരിക്കലതാ ഒരു സഹാബിയതാ കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് നന്നാകണം നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നിന്റെ ജീവിതമുണ്ടല്ലോ ഖൈറിലാകണോ, നിന്റെ ജീവിതമുണ്ടല്ലോ സന്തോഷത്തിലാകണോ, നിന്റെ ജീവിതമുണ്ടല്ലോ ഇഖ്ലാസോടെ ആകണോ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അൽഹംദുലില്ലാഹ് നീ നമസ്കരിക്കണമെന്ന് പറയുകയാ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, ഇതൊരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന പരിപാടിയാണല്ലോ. അല്ലാഹുവേ, മംഗലാപുരത്തിന്റെ പല പ്രദേശത്തും എന്റെ പ്രിയമുള്ളവര് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുകളുണ്ടല്ലോ. അവരതാ കള്ളുകുടിയുടെ പുറകിലൂടെ കടന്നു പോകുമ്പോ, വ്യഭിചാരത്തിന്റെ പുറകിലൂടെ കടന്നു പോകുമ്പോ, ഫുട്ബോളിന്റെ പുറകിലൂടെ കടന്നു പോകുമ്പോ, വേൾഡ് കപ്പിന്റെ പുറകിലൂടെ കടന്നു പോകുമ്പോ, ക്രിക്കറ്റ് കളിക്കാൻ ഓടി നടക്കുമ്പോ, അൽഹംദുലില്ലാഹ് തഖ്വ എന്ന് പറയുന്നു മനോഹരമാകുന്ന സംഘടനയിലൂടെ ഒരുപാട് ചെറുപ്പക്കാർ നന്മയാകുന്ന പ്രവർത്തനങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ചെയ്യുമ്പോ സന്തോഷിച്ചോ, ഇവരുടെ മാതാപിതാക്കൾ സന്തോഷിച്ചോ. ഒരിക്കലതാ ഒരു സഹാബിയതാ കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനോട് ചോദിക്കുകയാ, നന്നാകണം നബിയേ, ജീവിതത്തിലുണ്ടല്ലോ ഖൈറുകൾ വരണം നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, രണ്ട് കാര്യങ്ങള് സഹാബാ, ജീവിതത്തില് ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ ബറക്കത്ത് കൊടുക്കുമെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഒന്നാമത്തേതേതാ അൽഹംദുലില്ലാഹ് നമസ്കാരമുണ്ടല്ലോ നിലനിർത്തുന്നവരാരാ. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ
പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? അവരതാ അവരുടെ ഹൃദയമുണ്ടല്ലോ ശുദ്ധീകരിച്ചവരാ, ഈമാനുള്ളവരാ, സന്തോഷമുള്ളവരാ. പള്ളിയിലേക്ക് കടന്നു വന്നാൽ പോരാ, ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ. അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. നമസ്കരിക്കുന്നവർക്ക് തീജ്വാലയുള്ള നരകമാ, നമസ്കരിക്കുന്നവർക്ക് കത്തിച്ചൊലിക്കുന്ന നരകമോ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ. സഹാബത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് നബിയേ, എന്തിനാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പള്ളിയിലേക്ക് കടന്നു വരുന്നവരാ, എന്നാൽ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പടച്ചവനെ പേടിയില്ലാതെ നമസ്കരിക്കുന്നവരാ. ഭാര്യ കാണട്ടെ, ഭർത്താവ് കാണട്ടെ, കുടുംബാദികൾ കാണട്ടെ, കൂട്ടുകാർ കാണട്ടെ, വഅദ് പറയുന്ന ഉസ്താദ് അറിയട്ടെ, കാമുകി കാണട്ടെ, നാട്ടുകാർ കാണട്ടെ, ഖതീബ് കാണട്ടെ, സയ്യിദന്മാര് കാണട്ടെ, ഞാനുണ്ടല്ലോ നമസ്കരിക്കുന്നവനാ, നാട്ടുകാര് മുഴുവനുമുണ്ടല്ലോ കാണട്ടെ എന്ന് പറയുന്നവരാരാ, എന്ന് പറയുന്നവരാരാ, എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവരാരാ? നിന്നെ നമസ്കാരമുണ്ടല്ലോ, അല്ലാഹ്ക്ക് വേണ്ട ചെറുപ്പക്കാരോ, നിന്നെ നമസ്കാരമുണ്ടല്ലോ, അല്ലാഹ്ക്ക് വേണ്ട പെങ്ങളെ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് സ്നേഹത്തോടെ പറയുകയാ, ഹറാമിൽ നിന്ന് മാറണോ, കള്ളിൽ നിന്ന് മാറണോ, ലഹരിയിൽ നിന്ന് മാറണോ? ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പറയുകയാ, സഹാബാ, ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അതാ ഖൈറുകളുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. ഒരു ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാ, ഒരു ചരിത്രം പഠിക്കേണ്ടതോ. തൂക്കുകയറ് കാണുമ്പോൾ പോലും 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ മഹാനാകുന്ന ഹുബൈബ് തങ്ങളുടെ ചരിത്രമുണ്ടല്ലോ, പഠിക്കേണ്ടതാ. ആരാ ഹുബൈബ് തങ്ങള്? നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, സിനിമാ നടന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ പോരോ എന്റെ പ്രിയമുള്ളവര്, രാഷ്ട്രീയക്കാരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ പോരാ, വഅദ് പറയുന്ന ഉസ്താദന്മാരുടെ ചരിത്രങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പഠിച്ചാൽ പോരാ, പള്ളിയിലെ ഉസ്താദന്മാരുടെ നെഗറ്റീവുകളുണ്ടല്ലോ പഠിച്ചാൽ പോരാ, മഹാരഥന്മാരുടെ ചരിത്രമുണ്ടല്ലോ, ഔലിയാക്കളുടെ ചരിത്രമുണ്ടല്ലോ, ഉലമാക്കളുടെ ചരിത്രമുണ്ടല്ലോ, താബിഈങ്ങളുടെ ചരിത്രമുണ്ടല്ലോ, പണ്ഡിതന്മാരുടെ ചരിത്രമുണ്ടല്ലോ, മഹാന്മാരുടെ ചരിത്രമുണ്ടല്ലോ, മക്ബറകളുടെ ചരിത്രമുണ്ടല്ലോ, പുണ്യമായ സ്ഥലങ്ങളുടെ ചരിത്രമുണ്ടല്ലോ. പഠിക്കേണ്ടതാ, അറിയേണ്ടതാ. പടച്ചവരെ കബൂലാക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. ഹുബൈബ് തങ്ങളുടെ ചരിത്രമതാ പഠിക്കേണ്ടതാ. വേദനിപ്പിക്കുന്ന ചരിത്രമോ, സങ്കടപ്പെടുത്തുന്ന ചരിത്രമോ, ഇഖ്ലാസുള്ള ചരിത്രമോ, ഹുബൈബ് തങ്ങളുടെ പൊരുത്തമുണ്ടല്ലോ തരണ അല്ലോ, കബൂലാക്കണ അല്ലോ. ഹുബൈബ് തങ്ങളാരാ? ഹുബൈബ് തങ്ങളാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരുമ്പോ അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു മഹാനാ സയ്യിദുനാ ഹുബൈബ് തങ്ങൾ. എന്നെ പ്രിയമുള്ളവരെ ചരിത്രം പറയുമ്പോ ഹുബൈബ് തങ്ങൾക്ക് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളയുണ്ടല്ലോ, ജീവനാ, പ്രാണനാ, എല്ലാം എല്ലാമാ. ആദരവാകുന്ന പ്രവാചകനെയുണ്ടല്ലോ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവര് സ്നേഹിക്കുകയാ, മുഹബ്ബത്ത് വെക്കുകയാ. നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, യഥാർത്ഥ പ്രേമമുണ്ടല്ലോ ഒരു കാമുകിയോടല്ല, ഒരു കാമുകനോടല്ല, ഒരു സഹോദരിയോടല്ല, ഒരു വാപ്പയോടല്ല, ഒരു ഉമ്മയോടല്ല, ഒരു ഭാര്യയോടല്ല, ഒരു ഭർത്താവിനോടല്ല, ഒരു മക്കളോടല്ല. ഏറ്റവും വലിയ സ്നേഹമുണ്ടല്ലോ കൊടുക്കേണ്ടതാർക്കാ? മദീനയുടെ നായകനെ ഹബീബേ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാ കൊടുക്കേണ്ടത്. അള്ളാന്റെ റസൂലിനെയുണ്ടല്ലോ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പ്രേമിക്കുകയാ, കൽബിന്റെ ഉള്ളില് കൊണ്ടു നടക്കുകയാ. ആദരവാകുന്ന പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് ഹുബൈബ് തങ്ങളുണ്ടല്ലോ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വരികയാ, ഇസ്ലാമിന്റെ പ്രബോധനത്തിലേക്ക് കടന്നു വരികയാ. ശത്രുക്കളുണ്ടല്ലോ സഹിക്കുന്നില്ല, ശത്രുക്കളുണ്ടല്ലോ വിറങ്ങലിക്കുകയോ, ഹുബൈബിനെ കൊല്ലണമല്ലോ, ഹുബൈബിനെ ആക്രമിക്കണമല്ലോ, ഹുബൈബിന്റെ മനസ്സ് മാറ്റണമല്ലോ. ശത്രുക്കളതാ ഹുബൈബിനെ എന്റെ പ്രിയമുള്ളവരെ തടവറയിലേക്ക് കൊണ്ടുവരികയാ, എന്നിട്ടതാ ആക്രമിക്കുകയാ, എന്നിട്ടതാ ഉപദ്രവിക്കുകയാ. ഹുബൈബിനോട് പറയുകയാ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുമോ? ഹുബൈബ് തങ്ങൾ പറയുകയാ, ഇസ്ലാമിന്റെ ധീര പോരാളിയായിട്ട് ആർജവത്തോടെ ആണന്തത്തോടെ നട്ടല്ലോടെ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാ, ഒരിക്കലുമില്ലോ ഒരിക്കലുമില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. ശത്രുക്കളതാ തീരുമാനിക്കുകയാ, ഹുബൈബിനെ കൊല്ലണമല്ലോ, ഹുബൈബിനെ തൂക്കിലേറ്റണമല്ലോ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്നെ പ്രിയമുള്ളവര് സഹാബത്ത് കടന്നു വരികയാ, സഹാബത്ത് കടന്നു വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഹുബൈബിനെ ശത്രുക്കളുണ്ടല്ലോ തൂക്കിലേറ്റാൻ പോകുകയാണ് നബിയേ, തൂക്കിലേറ്റാൻ പുറപ്പെടുകയാണ് നബിയേ. ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവര് കരയുകയാ, സങ്കടപ്പെടുകയാ. ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റുന്ന സമയമുണ്ടല്ലോ, പടച്ചവരെ കടന്നു വരികയാ. ഹുബൈബ് തങ്ങളെ യഥാ കൊണ്ടുവരികയാ കഴുകുമരത്തിന്റെ ചുവട്ടിലേക്ക്. ഹുബൈബിനെയുണ്ടല്ലോ പടച്ചവരെ കൊണ്ടുവരികയാ. ഹുബൈബ് തങ്ങളതാ വിറങ്ങലിക്കുന്നില്ല. ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ ചോദിക്കുകയാ, ഹുബൈബേ രക്ഷപ്പെടണോ, ജീവിതത്തിലേക്ക് തിരിച്ചു പോണോ, ആയുസ് നീട്ടണോ? ഹുബൈബിനോട് ശത്രുക്കളതാ പറയുകയാ, നീ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദാണെന്ന് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹുബൈബേ നിന്നെ റസൂലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അതാ വെറുതെ വിടാം. ഹുബൈബ് തങ്ങളതാ പറയുന്നില്ല. ഹുബൈബ് തങ്ങൾ പറയുകയാ, എന്തെന്നറിയോ, ആദരവാകുന്ന പ്രവാചകന്റെ കാലില് ഒരു മുള്ളു കുത്തുന്നത് പോലും എനിക്കതാ സഹിക്കാൻ കഴിയൂല, താങ്ങാൻ കഴിയൂല. പടച്ചവരെ ഹുബൈബ് തങ്ങളതാ ധീര പോരാളിയായി പറയുമ്പോ ശത്രുക്കളുണ്ടല്ലോ അടിക്കുകയാ, തൊഴിക്കുകയാ. ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ പറയുകയാ, നിന്റെ അഹങ്കാരമുണ്ടല്ലോ ഇന്ന് ഞങ്ങൾ തീർത്തു തരാമടോ, നിന്നെ അതാ ഞങ്ങൾ തൂക്കിലേറ്റാൻ പോകുകയാ. ഹുബൈബ് തങ്ങളോട് ശത്രുക്കളതാ പറയുകയാ, ഹുബൈബേ അവസാനമായി ആഗ്രഹമുണ്ടോ, അവസാനമായി അഭിലാഷമുണ്ടോ? സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നു ധീര പോരാളി എന്റെ പ്രിയമുള്ളവര് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് ഞാനും നിങ്ങളും അതാ കണ്ടവരാ, കണ്ടവരാ, തക്ബീർ വിളിച്ചവരാ. ഹുബൈബ് തങ്ങളോട് ചോദിക്കുകയാ, അവസാനമായി ആഗ്രഹമുണ്ടോ, അവസാനമായി അഭിലാഷമുണ്ടോ? ഹുബൈബ് തങ്ങള് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം തരുമോ? ശത്രുക്കളതാ വിറങ്ങലിക്കുകയാ, ശത്രുക്കളതാ പുഞ്ചിരിക്കുകയാ, അവരതാ പരിഹസിക്കുകയാ. നീയുണ്ടല്ലോ അള്ളാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, നീ അതാ സുജൂദിൽ കിടന്നാൽ, മോനെ നിനക്കുണ്ടല്ലോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയൂല. ഹുബൈബ് തങ്ങൾ വീണ്ടും അതാ പറയുകയാ, എനിക്കതാ നമസ്കരിക്കണമല്ലോ. തൂക്കുകയറിന്റെ ചവിട്ടിൽ നിന്നുകൊണ്ട് ഹുബൈബ് തങ്ങൾ പറയുകയാ, എനിക്കതാ നമസ്കരിക്കണമല്ലോ.
ഹുബൈബ് തങ്ങളോട് നമസ്കരിക്കാൻ പറയുമ്പോ അൽഹംദുലില്ലാ ഹുബൈബ് തങ്ങൾ പടച്ചവരെ വുളുവെടുക്കുകയാ. എന്നിട്ടതാ കിബിലക്ക് നേരെ നിൽക്കുകയാ. പടച്ചവര് കഴുകുമരത്തിന്റെ ചവിട്ടിൽ നിന്നുകൊണ്ട് ഹുബൈബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാ. ഹുബൈബ് തങ്ങൾ നമസ്കരിച്ച് സലാം വീട്ടുകയാ. പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ നിന്റെ ദീനുണ്ടല്ലോ മുറുകെ പിടിച്ചവനാ, അത് കാരണമായിട്ട് അല്ലാ നിന്നിലേക്ക് ഞാനുണ്ടല്ലോ കടന്നു വരികയാ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരയുമ്പോ ഒരു അശരീരിയത കടന്നു വരികയാ. സ്വർഗത്തിന്റെ മലക്കുകളതാ കടന്നു വരികയാ. ഹുബൈബിനോട് പറയുകയാ, കരയല്ലേ ഹുബൈബേ, സങ്കടപ്പെടല്ലേ ഹുബൈബേ, നിനക്കുണ്ടല്ലോ സ്വർഗമാ. ഹുബൈബ് തങ്ങൾക്ക് സന്തോഷമാകുകയാ. ഹുബൈബ് തങ്ങള് പടച്ചവരെ കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കടന്നു വരികയാ. ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് പടച്ചവര് തൂക്കുകയറുണ്ടല്ലോ ഇടുകയാ. ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റുകയോ. ഇസ്ലാമിന്റെ ധീര പോരാളിയാ, ഇസ്ലാമിന്റെ ആദർശ പോരാളിയാ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാ സയ്യിദുനാ ഹുബൈബ് തങ്ങളതാ ഈ ലോകത്ത് നിന്ന് വിട പറയുകയോ. പടച്ചവരെ സ്വഹാബത്ത് കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, ഹുബൈബ് വിട പറഞ്ഞു നബിയേ, ഹുബൈബ് വിട പറഞ്ഞു നബിയേ, ഹുബൈബ് കൊല ചെയ്യപ്പെട്ടു നബിയേ, ഹുബൈബ് തൂക്കിലേറ്റു നബിയേ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറയുകയാ, സഹാബാ ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കൊണ്ടുവരുമോ? ആരെങ്കിലും തയ്യാറാണോ? ശത്രുക്കളുടെ തടവറയിലേക്ക് എന്റെ പ്രിയമുള്ളവര് കടന്നു ചെന്നിട്ട് ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കൊണ്ടുവരുമോ? പടച്ചവരെ ഒരാൾ ഇങ്ങനെ എണ്ണീക്കുകയാ, ഒരു സഹാബി എണ്ണീക്കുകയോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഞാനുണ്ടല്ലോ ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കൊണ്ടുവരാ. സഹാബിയതാ കടന്നു ചെല്ലുകയാ. ഹുബൈബിനെ തൂക്കിലേറ്റിയ മരത്തിന്റെ ചവിട്ടിലേക്ക് അല്ലാഹുവേ സഹാബിയതാ കടന്നു ചെല്ലുകയാ. ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, പടച്ചവനെ കാണാനില്ലോ, അറിയാനില്ലോ, കാണാനില്ലോ. ഹുബൈബ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, മറയത്തില്ല. സഹാബിയതാ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഈ സഹാബി കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, നബിയേ ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, തൂക്കുകയറിൽ കാണാനില്ല. അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ പുഞ്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞിരുന്ന നബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ വല്ലാതെ സന്തോഷിക്കുകയാ. സഹാബത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്തിനാണ് ചിരിക്കുന്നത് നബിയേ, എന്തിനാണ് പുഞ്ചിരിക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് എന്റെ പ്രിയമുള്ളവരെ സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് എന്റെ പ്രിയമുള്ളവരെ സഹാബത്തിനോട് പറയുകയാ, ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, മലക്കുകള് കബറടക്കി സഹാബാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയവരാ. ഹുബൈബ് തങ്ങള് കഴുകുമരം കണ്ടപ്പോ എന്റെ പ്രിയമുള്ളവരെ 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറയുമ്പോ റസൂലുള്ള പറയുകയാ, ജീവിതത്തിൽ ഖൈറ് വേണോ, ജീവിതത്തിൽ സന്തോഷം വേണോ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വേണോ, ജീവിതത്തിൽ റാഹത്ത് വേണോ, അതിനുള്ള മാർഗമേതാ? ഏതെന്നറിയോ? അൽഹംദുലില്ലാ, നമസ്കാരം മുറുകെ പിടിക്കുന്നവരാരാ? നമസ്കാരം മുറുകെ പിടിക്കുന്നവരാരാ? അവന്റെ ജീവിതത്തിൽ അല്ലാഹു വേദനകൾ നൽകില്ല, സങ്കടങ്ങൾ തരില്ല, നൊമ്പരങ്ങൾ തരില്ല എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ അല്ലാഹുവേ 5 വഖത്ത് നമസ്കാരങ്ങൾ പരിപൂർണമായി നമസ്കരിക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ.
ഖുബൈബ് തങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധമാക്കപ്പെട്ട ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ഖുബൈബ് തങ്ങൾ കഴുകുമരം കണ്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കണമെന്ന് പറഞ്ഞ മഹാനവറുകളാ. കഴുകുമരം കണ്ടപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ മഹാനവറുകളാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ആരെങ്കിലും ഒരാൾ നമസ്കാരം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവന്റെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ബറക്കത്തും എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയാ, നമ്മൾ എത്ര വയല് സംഘടിപ്പിച്ചാലും, നമ്മൾ എത്ര വയല് കേട്ടാലും, നമ്മൾ എത്ര ഉസ്താദന്മാരെ സ്നേഹിച്ചാലും, ഒരു വക്കത്ത് നിസ്കാരം പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കളാക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാ. ഒരു ചെറുപ്പക്കാരൻ 28-27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവർ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് അൽഹംദുലില്ലാ ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ യാത്ര പോകുന്നവരാ, നമ്മളൊക്കെ പല പ്രദേശങ്ങളിലേക്കും എന്റെ പ്രിയപ്പെട്ടവരെ യാത്ര പോകുന്നവരാ. പക്ഷേ ആ യാത്ര ചെയ്യുമ്പോൾ നമസ്കാരങ്ങളും മറ്റുമൊക്കെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കി നടക്കുന്നവരാ. അള്ളാഹുവേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഈമാൻ നീ നിലനിർത്തണേ അല്ലാ. ഞാൻ പറയുന്നു, കഴുകുമരത്തിന്റെ ചുവട്ടിലേക്ക് പോകേണ്ട ഒരു ഗതികേട് നമുക്കിന്നില്ല. പക്ഷേ നിസ്കാരം ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ എത്ര വയല് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കിടന്നുറങ്ങിയാലും രാവിലെ സുബഹി നിസ്കരിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കിടന്നുറങ്ങാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കൂട്ടം ചെറുപ്പക്കാര് അൽഹംദുലില്ലാ മുൻപന്തിയിൽ നിൽക്കണ സദസ്സ. ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാ മുൻപന്തിയിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നടത്തുന്ന സദസ്സ. അതുകൊണ്ട് നിങ്ങളോട് പറയാ, നിങ്ങൾ 5 വക്കത്ത് നിസ്കരിക്കാൻ കൃത്യമായി പള്ളിയിൽ എന്ത് ചെയ്യണം, അൽഹംദുലില്ലാ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര്, ചെറിയ മക്കള്, അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടു ചെന്നിട്ട് കൃത്യമായി 5 വക്കത്ത് നിസ്കരിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് ആ സഹാബിയോട് പറഞ്ഞു, സഹാബ നിങ്ങൾ ഒരിക്കലും നമസ്കാരം ഒഴിവാക്കല്ല. സഹാബ നിങ്ങൾ നമസ്കാരം ഒഴിവാക്കിയാൽ നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഏതെങ്കിലും ഒരു രോഗം കടന്നു വരുമ്പോ, നമുക്ക് ചെറിയൊരു ചുമ വന്നതാ. ഈ ചുമ വരുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഡോക്ടർമാർ വിധിയിടുന്നത്, റബ്ബേ നിനക്ക് ക്യാൻസറാ. ഇപ്പൊ ഞാൻ എറണാകുളത്തൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ എപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നിന്നുകൊണ്ട് ചിരിക്കുന്ന ഒരാളുണ്ട്. പള്ളിയുടെ മുമ്പിൽ എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നിന്നുകൊണ്ട് ചിരിക്കുന്ന ഒരാളുണ്ട്. ഒരു ദിവസം ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബയ്ക്ക് ഇങ്ങനെ കയറാൻ പോകുമ്പോ ഒരു സാധുവായ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറയും, ഉസ്താദേ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വന്ന് ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ ഉസ്താദേ, അദ്ദേഹത്തിന് ക്യാൻസറാ ഉസ്താദേ, അദ്ദേഹത്തിന് ക്യാൻസറാ, ചെറിയൊരു ചുമ വന്നതാ ഉസ്താദേ, അത് ക്യാൻസറായി മാറി എന്ന് പറഞ്ഞു. അവസാനം 7 ദിവസമാണ് അദ്ദേഹം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവിച്ചിരുന്നത്. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിലാണ്. അല്ലാഹുവേ നീ സ്വർഗ്ഗ കൊടുക്കണേ അല്ലാ. 2 മക്കൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓട്ടിസമാണ്. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ, നീ ക്ഷമ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ആരെങ്കിലും ഒരാൾ നമസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഖൈറിന്റെ കവാടങ്ങൾ ഉണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങളുടെ പൊരുത്തവും ഗുരുത്വമുള്ള വേദിയായി അള്ളാഹു ഈ സദസ്സിനെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി പുറത്തു നിൽക്കുന്നവർ ഒരുപാടൊന്നും ഇല്ല, ഞങ്ങൾ 2 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ്. അതിനുശേഷം തങ്ങളുടെ ദുആ ഉണ്ടാകും, നസീഹത്ത് ഉണ്ടാകും, അതിനുശേഷം ചീരണി ഉണ്ടാവും. അതെല്ലാം മേടിച്ചിട്ട് എല്ലാവരും പോകാവൂ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്ന്, ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ബറക്കത്തുണ്ടാകാൻ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് 5 വഖത്ത് നിസ്കാരമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ
ജീവിതത്തിൽ ബറക്കത്ത് വേണോ, സന്തോഷം വേണോ, ആനന്ദം വേണോ, റാഹത്ത് വേണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഒന്നാമത്തെ മാർഗമുണ്ടല്ലോ, നമസ്കാരമാ, ഇബാദത്താ. ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവര് രണ്ടാമതായി പറയുകയാ, ഏതെന്നറിയോ, ഏതെന്നറിയോ? ആരെങ്കിലും ഒരാൾ അത്ഭുതങ്ങളുടെ കലവറയാകുന്ന അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കലവറയാകുന്നു അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, അവന്റെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ, സന്തോഷം തരുന്നതാ, ആനന്ദം തരുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സഹാബാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ഇസ്സത്തോടെ മരിക്കണോ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് എന്റെ പ്രിയമുള്ളവരെ വിട പറയണോ? ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, സഹാബ, 4 കാര്യങ്ങള് ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, 4 കാര്യങ്ങള് ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയമുള്ളവര് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഒന്നാമത്തേതാ, നമസ്കരിക്കുന്നവരാരാ അവർ ഈമാനോടെ മരിക്കുന്നതാ. രണ്ടാമത്തേതാ, മാതാപിതാക്കളുടെ പൊരുത്തമുണ്ടല്ലോ, ഒരാളുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. മൂന്നാമത്തേതാ, ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ ഇഖ്ലാസോടെ അദബോടെ മരിക്കണമെങ്കിൽ 4ാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ ബഹുമാനിച്ചാൽ, അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ അദബോടെ ഇഖ്ലാസോടെ തഖ്വയോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പടച്ചവരെ, ജീവിതത്തിൽ ബറക്കത്ത് വേണോ, ജീവിതത്തിൽ സന്തോഷം വേണോ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വേണോ, ജീവിതത്തിൽ സമാധാനം വേണോ, ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് അനുഗ്രഹങ്ങളുടെ കലവറയുണ്ടല്ലോ, അല്ലാഹു തരണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഖുർആനിനെയുണ്ടല്ലോ സ്നേഹിക്കേണ്ടതാ. എന്റെ വായിൽ ഞാൻ നിർത്തുകയാ, റജബ് മാസം അതാ കടന്നു വന്നല്ലോ. ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവര് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും അല്ലാഹ് ബറക്കത്ത് തരണേ അല്ലാഹ്. വബല്ലിഅനാ റമളാൻ. റമളാനുണ്ടല്ലോ ഞങ്ങളിലേക്ക് ആഗതമാക്കണ അല്ലാഹ്. അത് കഴിഞ്ഞ് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തല്ലോ. നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുമ്മ വഫിഖ്നാ, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാഹ്. എന്തിനാ ചെറുപ്പക്കാരാ, എന്തിനാ പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല്, മഹാന്മാര്, പണ്ഡിതന്മാര്, ഉലമാക്കള്, ഉമറാക്കള് പറയുന്നതാ. എന്തിനെന്നറിയോ, എന്തിനെന്നറിയോ? ഫീഹിൽ സിയാമി, നോമ്പ് പിടിക്കാൻ, വൽ ഖിയാമി, നമസ്കരിക്കാൻ,
വതിലാവത്തിൽ ഖുർആൻ ഓതാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ സൗഭാഗ്യം തരടേ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, റജബ് കടന്നു വന്നല്ലോ. റജബന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിയുമ്പോ നമ്മുടെ ചാരത്ത് നിന്ന് കടന്നു പോകുമല്ലോ. പടച്ചവരെ, ശഅബാൻ കടന്നു വരുമല്ലോ, ശഅബാൻ കടന്നു പോകുമല്ലോ, റമളാൻ കടന്നു വരുമല്ലോ, റമളാൻ കടന്നു പോകുമല്ലോ. എന്നാൽ നാളെയാകാൻ കാത്തു നിൽക്കണ്ട. ആ ഖുർആനുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആദരിച്ചു കഴിഞ്ഞാൽ, ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ജീവിതത്തില് സന്തോഷങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നതാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരെ, ജീവിതത്തില് ഒരു മാറ്റം എന്റെ പ്രിയമുള്ളവരെ ഉണ്ടാകേണ്ടതാ. ആ തഖ്വ എന്ന് പറയുന്ന മനോഹരമാകുന്ന സദസ്സാ, സ്വർഗത്തിന്റെ വേദിയാ. നൂറുകണക്കാന ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് നടത്തുന്ന വേദിയാ. ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു തീരുമാനമുണ്ടല്ലോ, ഒരു നിയ്യത്തുണ്ടല്ലോ, കടന്നു വരേണ്ടതാ. നമസ്കരിക്കാതെ ഒരു നിമിഷം പോലും, നമസ്കരിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകൂല, കടന്നു പോകൂല. ഉസ്താദേ, ഒരു പേജ് ഖുർആൻ പോലും ഓതാതെ ഒരു നിമിഷം പോലും കടന്നു പോകൂല എന്നെ പ്രിയമുള്ളവരെ, ഒരു തീരുമാനം നമ്മൾ എടുത്തുകൊള്ളുക. ഖുർആനുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കലവറയാ. ഖുർആനുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കലവറയാ, പ്രതിഫലങ്ങളുടെ കലവറയാ. അതുകൊണ്ട് മോരേ, ഖുർആനും നമസ്കാരവും ജീവിതത്തിന്റെ പാഠമാക്കിയിട്ട് അൽഹംദുലില്ലാഹ് ഈ ദുനിയാവിൽ നിന്ന് മരിക്കണ്ടതാ. അല്ലാഹുവേ, അതിനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് പറയാ, ആ ഖുർആനിനെ സ്നേഹിച്ച് നിസ്കാരത്തിനെ മുറുകെ പിടിച്ച് അൽഹംദുലില്ലാഹ് ഈ ദുനിയാവിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിട പറയാൻ കഴിയണം. അല്ലാഹുവേ, അതിനുള്ള സൗഭാഗ്യങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, അതിനുള്ള ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ, അതിനുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരണം. ഇന്നുവരെ നമസ്കരിക്കാത്തവരാണെങ്കിൽ, ഇന്നുവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതാത്തവരാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയാ, വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ നമ്മുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് കളയാതെ അതൊക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം അൽഹംദുലില്ലാഹ് നിസ്കാരവും ഖുർആനുമൊക്കെ നിലനിർത്തിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ നമുക്ക് വിട പറയാൻ കഴിയണം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കണം. ഉസ്താദേ, റമളാൻ ആകാൻ കാത്തു നിൽക്കണില്ല, ശഅബാൻ ആകാൻ കാത്തു നിൽക്കണില്ല, നാളെയാകാൻ കാത്തു നിൽക്കണില്ല. ഇന്നത്തെ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഇൻഷാ അല്ലാഹ് ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നൊരു നിയ്യത്ത് വെക്കണം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. നമസ്കാരങ്ങൾ മുറുകെ പിടിച്ച് ഖുർആനുകൾ പാരായണം ചെയ്ത് ഇസ്സത്തായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി ഞങ്ങൾക്ക് ഈ മംഗലാപുരത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, ദുആ ചെയ്യാൻ അൽഹംദുലില്ലാഹ് എത്തിയിട്ടുണ്ട്. ആ പുറത്ത് നിൽക്കുന്ന പാവങ്ങളെല്ലാം, ഒരുപാട് സഹോദരങ്ങളുടെ പുറത്ത്, അവരെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് കയറിയിരിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഭക്ഷണം നൽകിയ സഹോദരൻ, അല്ലാഹുവേ, ആ വീട്ടിലെ പ്രിയപ്പെട്ട മാതാവ് ഖബറിലാണ്. അല്ലാഹുവേ, നീ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കണേ അല്ലാ. അതുപോലെ ഷംനാദ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു, മകന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇസ്മയിൽ എന്ന സഹോദരൻ നീ സ്വീകരിക്കണേ അല്ലാ, അബു എന്ന സഹോദരൻ നീ കബൂലാക്കണേ അല്ലാ. അതുപോലെ ഈ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാർ, അവരെ എല്ലാം നീ പരിപൂർണമായി കബൂൽ ചെയ്യണേ റബ്ബേ. അലി എന്ന സഹോദരൻ നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് സാധുക്കൾ ഈ നാട്ടിലുള്ളവരും അൽഹംദുലില്ലാഹ് ലൈവിലൂടെ വഅദ് കേട്ടവരും എല്ലാവരും അൽഹംദുലില്ലാഹ് ഉണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ബഹുമാന